എതിർപ്പിനെ തള്ളിയിട്ടാണല്ലോ അത്തരത്തിലൊരു തീരുമാനത്തിൽ ഇല്ല, മന്ത്രിമാരുടെ എതിർപ്പൊന്നും അതിനകത്തുണ്ടായിട്ടില്ല. മന്ത്രിമാർക്ക് എതിർപ്പില്ല. CPI മന്ത്രിമാരെന്നല്ലല്ലോ, ക്യാബിനറ്റിൻ്റെ യുനാനിമസായ തീരുമാനമാണ്. ഈ ആരോപണങ്ങൾ അന്വേഷണം പൂർത്തിയായിട്ടില്ല. അത് വേറെ വഴിക്ക് നടക്കും. എതിർപ്പ് പാർട്ടി സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുക. മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇത് ക്യാബിനറ്റിൻ്റെ യുനാനിമസായ തീരുമാനമാണ്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്കില്ല. ക്ഷേമപെൻഷൻ തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. നേരത്തെ ധനമന്ത്രി പറഞ്ഞല്ലോ, ക്ഷേമ പെൻഷൻ അനർഹരായിട്ടുള്ള ആളുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും എന്നുള്ളത്. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, അനർഹരായിട്ടുള്ള ആളുകളെ അത്തരം നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിക്കാറുള്ളത്. പൊതുവിതരണ രംഗത്തും അനർഹരായിട്ടുള്ള നിരവധി ആളുകൾ മുൻഗണനാ കാർഡ് കൈവശം വച്ചിരുന്നു. ആ മുൻഗണനാ കാർഡ് വിഡ്രോ ചെയ്യാൻ സമയം കൊടുത്തു. ആ സമയത്ത് നിയമ നടപടികൾ സ്വീകരിക്കില്ല എന്ന് കൊടുത്തു. എന്നാൽ അതിനനുസൃതമായി ആ അനുകൂല നിലപാട് സ്വീകരിച്ച 1,72,000 ആളുകൾ ആ നിലപാട് സ്വീകരിച്ചു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോയത്. 4 കോടിയിലധികം രൂപ ഫൈൻ ഇനത്തിൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ അത്തരം ആളുകൾ നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്. വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേഷൻ സാധനങ്ങളുടെ തൂക്കം നിശ്ചയിക്കുന്നതൊക്കെ സംബന്ധിച്ച് വീടുകളിലൊക്കെ പരിശോധന ഉണ്ടാകുന്നുള്ള ചില ആശങ്കകളൊക്കെ ഈ റേഷൻ ഉടമകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും വിജിലൻസിൻ്റെ മുന്നിലേക്ക് ഒരു പരാതി വന്നാൽ അത് പരിശോധിക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട വകുപ്പിനുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ റേഷൻ വിതരണത്തിലെ ലൈസൻസുകൾ നൽകുന്ന അരി ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ച് വസ്തുത എന്താണെന്ന് പരിശോധിക്കുക മാത്രമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അല്ലാതെ അനാവശ്യമായ നടപടികളിലേക്ക് പോകുന്ന രീതിയല്ല. നമ്മുടെ കേരളത്തിൽ പൊതുവിതരണ രംഗം വളരെ ഫലപ്രദമായും വിജയകരമായും നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റാണ്. റേഷൻ വ്യാപാരികൾക്ക് മുൻപുണ്ടായിരുന്ന സാധ്യതകളെല്ലാം അടഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പോസ്റ്റ് മെഷീനിലൂടെ വിതരണ നടപടികൾ നടക്കുന്നത് കൊണ്ട് തന്നെ കൃത്യതയോടുകൂടി മാത്രമേ അരി വിതരണം ചെയ്യാൻ കഴിയൂ. എന്നാൽ ആ കൃത്യതയോടുകൂടി വിതരണം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു പരാതിയോ ഒരു അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ടൊരു ഫൈൻഡിങ്സോ വന്നാൽ അത് അന്വേഷിക്കുക സ്വാഭാവികമാണ്. അതിലപ്പുറത്ത് വേറെ കാര്യം വീടുകളിൽ കയറിയെന്നല്ല. അത് നമ്മുടെ റേഷനിങ് ഉദ്യോഗസ്ഥന്മാർ RIമാർ അവരത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊരു റാൻഡം പരിശോധനയാണ്. അതിലപ്പുറത്തേക്ക് 82 ലക്ഷം കുടുംബങ്ങളെയും കയറി പരിശോധിക്കാനൊന്നും പ്രായോഗികമായി ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. ഈ ആരോപണവിധേയനായി അന്വേഷണം നേരിടുന്ന ADGP അജിത് കുമാറിന് സ്ഥാനക്കയറ്റത്തിനുള്ള ശുപാർശയാണ് നൽകിയത്. അതിൽ വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇല്ല, അത് ക്യാബിനറ്റ് യുനാനിമസായി എടുത്തൊരു തീരുമാനമാണ്. ക്യാബിനറ്റിൻ്റെ മുന്നിൽ വരുന്ന ഇത്തരം വിഷയങ്ങളിൽ അതിനൊരു പ്രസിഡൻ്റ് ഉണ്ട്. ആ പ്രസിഡൻ്റ് അനുസരിച്ച് ഒരാളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്നലെ വന്ന എല്ലാ IPS ഉദ്യോഗസ്ഥരുടെയും പ്രമോഷൻ്റെ വിഷയത്തിൽ ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അതിന് വേറൊരു അസ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നില്ല. ഇല്ല, മന്ത്രിമാരുടെ എതിർപ്പൊന്നും അതിനകത്തുണ്ടായിട്ടില്ല. CPI മന്ത്രിമാരെന്നല്ലല്ലോ, ക്യാബിനറ്റിൻ്റെ യുനാനിമസായ തീരുമാനമാണ്. അത് വേറെ വഴിക്ക് നടക്കും. പാർട്ടി സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുക. മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇത് ക്യാബിനറ്റിൻ്റെ യുനാനിമസായ തീരുമാനമാണ്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്കില്ല.